എൻ്റെ പ്രിയ പ്രേക്ഷകർക്കെല്ലാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗ്രൗണ്ട് ലെയറിങ്ങിനെ സംബന്ധിച്ചുള്ളതാണ്. ഗ്രൗണ്ട് ലെയറിങ് ഓഫ് മാംഗോ ട്രീ. അതിവിടെ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള പ്രിയൂർ മാങ്ങ എന്ന് പറയും. പ്രിയൂർ മാംഗോ വളരെ ടേസ്റ്റിയാണ്, നല്ല മാങ്ങയാണ്. എപ്പോഴും മുമ്പന്തി നിൽക്കണ മാങ്ങയാണ് പ്രിയൂർ മാങ്ങ. പ്രിയൂർ മാവിൻ്റെ ഒരു വലിയ മദർ മാവ് നമ്മുടെ കയ്യിലുണ്ട്. മദർ ട്രീ വലിയ മാവാണ്. അതിൻ്റെ ഒരു വലിയൊരു ചില്ല വളരെ താഴോട്ട് വന്ന് ഭൂമിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുകയാണ്. നിരവധി ചെറിയ ചില്ലകൾ. അത്രയും താഴ്ന്നു വന്നുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സൗകര്യമായി ഗ്രൗണ്ട് ലെയറിങ്. ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ മണ്ണിലേക്ക് ചെയ്യാം, ഭൂമിയിലേക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഞാനൊരു ഗ്രോ ബാഗിൽ വെച്ച് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ട് ഞാനത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വുഡൻ ഷീറ്റ് വെച്ചു. അതിൻ്റെ മുകളിൽ ചെറിയ ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്. ആ ഗ്രോ ബാഗിൽ അല്പം മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചില്ല, പ്രിയൂർ മാവിൻ്റെ ഏകദേശം ഒരു വിരലിൻ്റെ മണ്ണുള്ള ഒരു ചില്ലയാണ് നമ്മൾ ഗ്രൗണ്ട് ലെയറിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ ചില്ല എടുത്തു, അവിടെ തൽക്കാലം വെറുതെ വെച്ചു ഗ്രോ ബാഗിൻ്റെ മുകളിൽ. ഇപ്പം നമ്മൾ അതിൻ്റെ അടിഭാഗം, മണ്ണിൽ കോണ്ടാക്റ്റ് വരുന്ന ഭാഗം ഒരു കത്തി, നല്ല സാനിറ്റൈസ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത ഒരു കത്തി, അതിന് സ്പിരിറ്റ് ഞാൻ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്പിരിറ്റ്, ഒരു സർജിക്കൽ സ്പിരിറ്റ് പഞ്ഞിയിൽ മുക്കി കത്തി തുടച്ച് നീറ്റാക്കി ചെത്തി അടിഭാഗത്ത് നിന്ന് ഏകദേശം 2 ഇഞ്ച് നീളത്തിൽ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. തൊലി മാത്രം, അതിൻ്റെ കാതലിന് ഒന്നിനും കേടും പറ്റാത്ത രീതിയിൽ തൊലി മാത്രം ചെത്തിക്കളഞ്ഞ് ഇപ്പം മണ്ണിൽ വെച്ചു ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ. ഇനി അല്പം മണ്ണിര കമ്പോസ്റ്റും ജൈവവളങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലിടാൻ പോകണം. ചാണകം ഒക്കെ ചേർത്ത കുറച്ച് ജൈവവളം എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് മണ്ണിര കമ്പോസ്റ്റൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ, ആ ചില്ലയുടെ മുകളിൽ ഇട്ട് അത് പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ പോകണം. കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അമർത്തി വയ്ക്കുകയാണ്. ഇപ്പോൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം, ഇപ്പോൾ കാണാൻ നിൽക്കുന്നത് ഇതാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വെയിറ്റ് വയ്ക്കണം. കാരണം ചെറിയൊരു കാറ്റൊക്കെ വന്നാൽ പെട്ടെന്ന് അത് ഒന്ന് പൊങ്ങിപ്പോകാൻ പാടില്ല. ചില മണ്ണിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നമ്മൾ ചെയ്ത വർക്ക് വെറുതെയാവും. അപ്പോൾ മണ്ണിൽ നിന്ന് വിട്ടുപോകാൻ പെട്ടെന്ന് അങ്ങനെ കാറ്റ് പിടിക്കാത്തൊരു പൊസിഷനിലാണ് വലിയ ചില്ല, മാവിൻ്റെ ചില്ല താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ വളം ഒക്കെ ഇട്ടു, അതിൻ്റെ മുകളിൽ ഓർഗാനിക് വളം ഇട്ട് അതിൻ്റെ മുകളിൽ 2 വെയിറ്റ് കയറ്റി വെച്ചു. കാരണം ഒരു ചെറിയൊരു കാറ്റൊക്കെ വന്നാൽ ആ ചില്ല അതിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് വർക്ക് മുഴുവൻ വെറുതെയായി. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നേരിട്ട് ചെയ്താലും നമ്മൾ വെയിറ്റ് വയ്ക്കണം. വെയിറ്റ് വെച്ചില്ലെങ്കിൽ ഈ ചില്ല മൂവ് ചെയ്ത് പോകും. ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തിയായി. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ ഗ്രോ ബാഗിൽ ചെയ്യണമെന്നില്ല, നേരിട്ട് മണ്ണിൽ ചെയ്യാം. നമ്മുടെ മാവിൻ്റെയോ മറ്റ് പല മരങ്ങളിലും ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചില്ലകൾ മണ്ണിൽ മുട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്ത് തൊലി അല്പം കളഞ്ഞ് 1, 2, 3 ഇഞ്ച് നീളത്തിൽ തൊലി മാത്രം കളഞ്ഞ് കാതലിന് കേടുവരാതെ മണ്ണിൽ അമർത്തി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ജൈവവളങ്ങൾ എന്തെങ്കിലും ഇട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക. ഒരു 45 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 60 ദിവസത്തിനുള്ളിൽ ധാരാളം വേരുകൾ വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കാം എന്താണെന്നുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്, എങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ആളുകളൊക്കെ പരമാവധി ഷെയർ ചെയ്യാൻ വേണം. നന്ദി, നമസ്കാരം.